അങ്ങനെ നമ്മുടെ കൊച്ചു കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്, പിറവി കൊണ്ടിട്ട് നീണ്ട 69 വർഷങ്ങൾ പിന്നിടുകയാണല്ലേ. 1956 ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ് നമ്മൾ ഇന്ന് കാണുന്ന കേരളം. ലോകത്തിലെ ഏതു കോണിലും ഒരു മലയാളി ഉണ്ടാകുമെന്നതുപോലെ കേരളത്തിന്റെ പച്ചപ്പും ഹരിതാഭയും ഊഷ്മളതയും ആസ്വദിക്കാന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികൾ എത്തിച്ചേരാറുണ്ടല്ലേ. അവരെല്ലാം നമ്മുടെ കൊച്ചു കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ആദ്യമായി ആരാണ് ഇങ്ങനെ വിളിച്ചതെന്ന് അറിയാമോ? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. 1980കളുടെ അവസാനം, പ്രത്യേകിച്ച് 89കളിൽ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു ഔദ്യോഗിക സ്ലോഗൻ അവതരിപ്പിച്ചു. പിന്നീട് അത് കേരളത്തിന്റെ തന്നെ സ്വന്തമായി മാറുകയായിരുന്നു. ആ സ്ലോഗനാണ് ദൈവത്തിന്റെ സ്വന്തം നാട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്നത്തെ ഈ ദിവസത്തെ കുറിച്ചാണ്. ഇത്തവണ കേരളപ്പിറവി ദിനമായ ഇന്ന് ചരിത്രപരമായ മറ്റൊരു ചുവടുവയ്പ്പിന് കൂടി മലയാളികൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ അറിഞ്ഞു? കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. അതായത് കണക്കുകൾക്കപ്പുറം ഭക്ഷണം, താമസ സൗകര്യം, ചികിത്സയൊന്നും ലഭിക്കാത്ത ഒരാൾ പോലും കേരളത്തിലില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് കൂടിയാണ് ഇന്നത്തെ ഈ പ്രഖ്യാപനം. അപ്പോൾ ഇന്ന് എല്ലാ മലയാളികൾക്കും, കേരളത്തെ സ്നേഹിക്കുന്നവർക്കും ടീം മീഡിയയുടെ വക കേരളപ്പിറവി ദിനാശംസകൾ.